ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ വീക്കെൻഡ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റ് ഷീറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീക്കെൻഡിൽ ഈവനിങ്ങിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള കുറച്ച് സ്വീറ്റ് ഐറ്റംസ് ആണിത്. ഗൾഫ് കൺട്രീസിലെല്ലാം ഈന്തപ്പഴത്തിന്റെ കാലമാണ്. അതുകൊണ്ട് ഈന്തപ്പഴം കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള 2 വിഭവങ്ങളുണ്ട്. അതുകൂടാതെ ഒരു അഡീഷണൽ ഡിഷും ഒരു ഡ്രിങ്കും ഉണ്ട്. ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി റെഡിയാക്കി എടുത്തതാണ് 3 ഐറ്റംസ്. ഡ്രിങ്ക് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈന്തപ്പഴത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഐറ്റംസ് ആണ്. ഈന്തപ്പഴം സാലഡും ഈന്തപ്പഴം കട്ട്ലറ്റുമാണിത്. ഡെസേർട്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഫ്യൂഷൻ ഡെസേർട്ട് ആണ്. ഓൾഡ് ജനറേഷൻ കുക്കിങ്ങും ന്യൂ ജനറേഷൻ കുക്കിങ്ങും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയൊരു ഡെസേർട്ടാണിത്. ഇതിന്റെ കൂടെ തന്നെ നൈറ്റിൽ ഒരു ഡിന്നർ പാർട്ടി ഉണ്ട്. റെസ്റ്റോറൻറ്റിലുള്ള ഡിന്നർ പാർട്ടിയാണ്. അതിന്റെ ചില മൊമെന്റ്സ് കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത് ഞാൻ കുറച്ച് ഈന്തപ്പഴം വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഈന്തപ്പഴം പഴുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കുറെ ഈന്തപ്പഴം കിട്ടും. എനിക്കും കുറെ ഈന്തപ്പഴം കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു. ആദ്യം കിട്ടിയ ഈന്തപ്പഴം ഉപയോഗിച്ച് ഞാൻ ഈന്തപ്പഴം ഉപ്പിലിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡിഷാണിത്. ഏതായാലും പെരുന്നാളൊക്കെ വരാൻ പോകുകയല്ലേ. ഇനി പെരുന്നാൾ സ്പെഷ്യലായിട്ട് വേറൊരു അച്ചാറൊന്നും ഉണ്ടാക്കുന്നില്ല. ഈന്തപ്പഴം ഉപ്പിലിട്ടതാണ്. നാരങ്ങയുടെ ഈന്തപ്പഴത്തിന്റെ എല്ലാം ടേസ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ നല്ലതാണത്. നമ്മുടെ ഈ ഈന്തപ്പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായി മാഷ് ചെയ്തെടുക്കണം. ഇതിന്റെ കുരുവെല്ലാം കളയണം. ഒരു പരീക്ഷണമായിരുന്നു ഈന്തപ്പഴം ഉപ്പിലിട്ടതും. പക്ഷെ പരീക്ഷണം സക്സസ് ആയി. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത് ഞാൻ ഈന്തപ്പഴം സാലഡിലോട്ട് വേണ്ടിയാണ്. ഒരു ഫ്രൂട്ട് സാലഡാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ സാലഡിലോട്ട് വേണ്ടി ഞാൻ ആപ്പിളും പിയേഴ്സും ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ രണ്ടിനെയും ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടത്. നിറയെ മുറിച്ചതിന് ശേഷം അകത്തെ സീഡ്സ് എല്ലാം എടുത്ത് കളയാം. ഈ സാലഡിന് അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല, എന്നാലും സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാലഡിൽ നിന്നും ഒരു വ്യത്യാസം. ഇനി ഇതിനെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കസ്റ്റാർഡോ ഐസ്ക്രീമോ എല്ലാം ചേർത്താണ് സാലഡ് സെർവ് ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഉപ്പും കുരുമുളകും വിനാഗിരിയും എല്ലാം ചേർത്ത് കുറച്ച് സ്പൈസി ആയിട്ട് സെർവ് ചെയ്യാം. എന്നാൽ ഇവിടെ ഞാൻ സ്വീറ്റ് ആയിട്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. എന്നാൽ ഇതിലോട്ട് ക്രീമിന് എല്ലാം പകരമായിട്ട് ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ഇങ്ങനെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഈന്തപ്പഴം ഉപയോഗിച്ചാണിത്. തൊലിയൊന്നും കറുക്കാത്ത ഈന്തപ്പഴം തന്നെ ഉപയോഗിക്കണം. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതിന് വേറൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റിയാണ്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് സെർവിങ് ബൗളിലോട്ട് തന്നെ മാറ്റാം. ഇനി ഈ സാലഡിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. കാരണം ഈന്തപ്പഴത്തിന്റെ മധുരം മാത്രമേ ഉള്ളൂ. ഉപ്പ് കൂടെ ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റന്റ് ഈന്തപ്പഴം സാലഡ് തയ്യാറായിട്ടുണ്ട്. ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. നല്ലൊരു സാലഡാണിത്. വെറുതെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നതിന്റെ കൂടെ തന്നെ ഈന്തപ്പഴം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. എന്നും ഒരേപോലെ കഴിക്കുന്നതിൽ നിന്നും ഒരു മാറ്റം. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അടുത്തതായി ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ഈന്തപ്പഴം കട്ട്ലറ്റ് ആണ്. ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ്. ഞാൻ കുറച്ച് പൊട്ടാറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടാറ്റോ വേവിച്ചെടുത്തതിനെ പെട്ടെന്ന് തന്നെ പീൽ ചെയ്തെടുക്കുന്നതിനുള്ള ടിപ്പാണ് പൊട്ടാറ്റോയെ നെടുകെ മുറിച്ചു കൊടുക്കുക. വെന്ത് വന്നാൽ ഈസി ആയി തന്നെ നമുക്ക് പീൽ ചെയ്തെടുക്കാം. ഞാൻ പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. 2 വിസിൽ വരുന്നത് വരെയാണ് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളത്. പൊട്ടാറ്റോ മുഴുവൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാഷ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് ഈന്തപ്പഴം തന്നെയാണ്. ഈ ഈന്തപ്പഴം നേരത്തെ ഞാൻ കാണിച്ച ഈന്തപ്പഴത്തിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തൊലിയെല്ലാം ഒന്നുകൂടെ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇതിന്റെ സീഡ്സ് എല്ലാം നമുക്ക് എടുത്തു മാറ്റണം. ഇങ്ങനെ സീഡ്സ് എല്ലാം എടുത്ത് മാറ്റിയ ഈന്തപ്പഴമാണിത്. ഈന്തപ്പഴത്തിനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ചെടുത്തിട്ടുള്ള ഈന്തപ്പഴത്തെ മാഷ് ചെയ്തെടുക്കാം. ചെറിയ വീഡിയോ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. മാഷ് ചെയ്തെടുത്തിട്ടുള്ള ഈന്തപ്പഴത്തിലോട്ട് പൊട്ടാറ്റോ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കിയതിനു ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റിനെ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് കൂടെ ഉണ്ടാവും. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള കട്ട്ലറ്റ് ആണ്. സാധാരണ സ്വീറ്റ് കട്ട്ലറ്റ് എല്ലാം നമ്മൾ ബനാന കൊണ്ടാണ് തയ്യാറാക്കി എടുക്കാറ്.
എന്നാൽ സ്പൈസി ആയി കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കട്ട്ലറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിന് കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. ഇതെന്റെ പുതിയ ക്രാഫ്റ്റ് ആണ്. ഒരു ടിഷ്യൂ ഹോൾഡർ ആണ്. വേസ്റ്റ് ആയിട്ടുള്ള ബോട്ടിലും വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തും എല്ലാം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ടിഷ്യൂ ഹോൾഡർ ആണ് ഇത്. ഇത് നമുക്ക് കിച്ചൺ ടിഷ്യൂവിനെ എല്ലാം നീറ്റായി വെക്കാം. നമുക്ക് കട്ട്ലേറ്റിനെ കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. ബാക്കിയുള്ള കട്ട്ലേറ്റ് കൂടെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. രണ്ടാമത്തെ പരീക്ഷണവും സക്സസ് ആയിട്ടുണ്ട്. നല്ല കട്ട്ലേറ്റിന്റെ ഷേപ്പ് തന്നെയുണ്ട്. കഴിക്കുമ്പോൾ ഇത് കുറച്ച് സ്വീറ്റ് ആയിരിക്കും. മസാലയൊന്നും ഉണ്ടായിരിക്കില്ല. പൊട്ടാറ്റോയിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഉപ്പുണ്ടായിരിക്കും. ഇനി അടുത്തതായി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ഫ്യൂഷൻ ഡെസേർട്ട് ആണ്. ബാക്കിയുള്ള സേമിയ പായസം എല്ലാം ഉണ്ടെങ്കിൽ സേമിയ പായസം ഉപയോഗിച്ച് ഡെസേർട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ സേമിയ വേവിച്ചതിന് ശേഷമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. കുറച്ച് ബ്രെഡും സേമിയ പായസമാണ് ഈ ഡെസേർട്ടിന് വേണ്ടത്. അതിന്റെ കൂടെ കുറച്ച് ക്രീം എല്ലാം ചേർക്കാം. ഒന്നുകൂടെ ഡെലീഷ്യസ് ആയിരിക്കും. ബ്രെഡ് സ്ലൈസിന്റെ മുകളിലായി സേമിയ പായസം ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാണ്. ഇതിന്റെ മുകളിലായി കുറച്ച് ക്രീം കൂടെ സ്പ്രെഡ് ചെയ്യണം. ഫ്രഷ് ക്രീമാണ് ഏറ്റവും നല്ലത്. കുറച്ച് പഞ്ചസാര ചേർത്ത ക്രീം വേണം സ്പ്രെഡ് ചെയ്യാൻ. ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം ഇത് സെർവ് ചെയ്യാം. നല്ല പുഡിംഗ് പോലെ തന്നെ ഇതിനെ മുറിച്ചെടുക്കാനും സാധിക്കും. ഫംഗ്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. നല്ലൊരു ഡെസേർട്ടാണ് ഇത്. ഇത് എന്റെ റെസിപ്പി അല്ല, എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കിട്ടിയ റെസിപ്പിയാണ്. ആ റെസിപ്പിയിൽ എന്റേതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തിയാണ്. ഏതായാലും ഇതെല്ലാം വരാൻ പോവുകയാണ്. ഇതിനെല്ലാം സെർവ് ചെയ്യാവുന്ന നല്ലൊരു ഡെസേർട്ടാണ് ഇത്. പരീക്ഷിച്ചു നോക്കിയതാണ്. എന്തായാലും പരീക്ഷണം വിജയിച്ചു. ഇതിന് മുകളിലായി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കാരമലൈസ്ഡ് നട്ട്സ് എല്ലാം ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടർസ്കോച്ച് കേക്കിന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രലൈനാണ്. ബാക്കി വന്നിട്ടുള്ള പ്രലൈനാണിത്. ഈ പ്രലൈനെ ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യാണ്. പീനട്ട് കൊണ്ടാണ് ഈ പ്രലൈൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പീനട്ടിന്റെ കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഫ്യൂഷൻ ഡെസേർട്ടിന്. 2 മണിക്കൂറിന് ശേഷമാണ് ഈ ഡെസേർട്ടിനെ മുറിച്ച് സെർവ് ചെയ്യുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. 4 ലെയറുള്ള ഡെസേർട്ടാണിത്. ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ കുടിക്കാനൊരു ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി എടുക്കുകയാണ്. അത്ര വലിയ ഡ്രിങ്ക് ഒന്നുമില്ല. നമ്മുടെ മൊസംബി ജ്യൂസ് ആണിത്. 2 മൊസംബി എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളാക്കി മുറിച്ചതിന് ശേഷം നമുക്ക് പീൽ ചെയ്യാം. ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാൻ എപ്പോഴും ചിൽഡ് വാട്ടർ, ചിൽഡ് മിൽക്ക് എല്ലാം പറയാറില്ലേ, ഇതുപോലെ മുകളിൽ കുറച്ച് ഐസ് എല്ലാം വന്ന് നല്ല തണുത്ത വെള്ളമാണത്. 2 ഗ്ലാസ് ജ്യൂസേ ഉണ്ടാക്കുന്നുള്ളൂ. 500 ml ജ്യൂസ് വേണം. അപ്പൊ അതിനനുസരിച്ച് മിക്സിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ഒഴിക്കാം. ജ്യൂസിനെ നന്നായി അരിച്ചെടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മൊസംബിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ജ്യൂസ്. ഇതിന് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാണ്. അങ്ങനെ എന്റെ വ്യൂവേഴ്സിനുള്ള സ്വീറ്റ് ട്രീറ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു ഈന്തപ്പഴം സ്പെഷ്യാലിറ്റിയാണ് ഉദ്ദേശിച്ചത്. അതിന്റെ കൂടെ ഒരു ജ്യൂസും ഒരു ഫ്യൂഷൻ ഡെസേർട്ട് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ ഡിഷസും റെഡി ആയിട്ടുണ്ട്. ജ്യൂസ്, ഫ്യൂഷൻ ഡെസേർട്ട്, ഈന്തപ്പഴം കട്ട്ലറ്റ്, ഈന്തപ്പഴം സാലഡ്, ഇത് പിന്നെ നല്ല തേന് പോലെയുള്ള ഈന്തപ്പഴം, ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ചെറിയൊരു ഫംഗ്ഷനാണ്. ഏകദേശം ഒരു 10-25 പേരുണ്ടാവും ഫംഗ്ഷന്. ഈ ഡിഷസ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കി ബാക്കിയുള്ള ഡിഷസ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഫംഗ്ഷന് ശേഷമാണ് നമ്മുടെ ഡിന്നർ. വൈഡ് റേഞ്ച് റെസ്റ്റോറന്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനിലെ ചില മൊമെന്റ്സ് ആണിത്. നമ്മുടെ ഫ്യൂഷൻ ഡെസേർട്ട് ആണ് സെർവ് ചെയ്യുന്നത്. ഇനി നൈറ്റില് ഡിന്നർ ആണ്. ഡിന്നർ അബുദാബിയിലെ വൈഡ് റേഞ്ച് റെസ്റ്റോറന്റിലാണ്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് റെസ്റ്റോറന്റിലെ ചില കാഴ്ചകളിലൂടെ പോവാം.
ഡിഷസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. പാർസൽ ഫിനിഷ് ചെയ്തു. വെൽക്കം ഡ്രിങ്ക് എത്തി. മിന്റ് ലെമണേഡ് ആണ്. ഈ മിന്റ് ലെമണേഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മിക്സഡ് ഗ്രിൽ എത്തി. അതിന്റെ കൂടെ കുബൂസ്, ഹമ്മസ്, ഗാർലിക് പേസ്റ്റ് ഇവയെല്ലാം ഉണ്ട്. നാടൻ ബീഫ് കറി, ഷാപ്പിലെ ചിക്കൻ കറി, മലബാർ ചിക്കൻ കറി ഇവയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആദ്യം വീറ്റ് പൊറോട്ടയും ഷാപ്പിലെ ചിക്കൻ കറിയാണ്. ചിക്കൻ 65. ഇനി ഒരു പാലപ്പവും കുറച്ച് ബീഫ് കറി. ഡിന്നറെല്ലാം കഴിഞ്ഞു. ഇവിടുത്തെ ചായ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചായയുടെ ഒരു ടേസ്റ്റാണ്. ഇനി ഒരു ചായ കൂടെയാകും. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയാൽ ബാക്കിയുള്ള ഫുഡ് അങ്ങനെ അവിടെ വേസ്റ്റ് ആക്കിയിട്ട് പോവുകയാണ് ചെയ്യാറ്. ഒന്നാമത്തെ കാരണം ആവശ്യത്തിലധികം ഫുഡ് ഓർഡർ ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടെ ഞങ്ങൾ കുറേ പേരുള്ളത് കൊണ്ട് എത്ര ഫുഡ് വേണ്ടി വരും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അധിക പേരും പ്രാക്ടീസ് ചെയ്യാത്തൊരു കാര്യമാണ് ബാക്കിയുള്ള ഫുഡ് നമുക്ക് പാർസൽ ചെയ്യാം. അധിക പേർക്ക് ഇത് പാർസൽ ചെയ്യാൻ മടിയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. സ്റ്റാഫിനോട് പാർസൽ ചെയ്തു തരാൻ പറഞ്ഞാൽ മതി, അവര് പാർസൽ ചെയ്തു തരും. ഞങ്ങൾ പാർസൽ ചെയ്യാറുണ്ട്. ഇവിടെ ബീഫ് കറിയും ചിക്കൻ കറിയും ബാക്കി വന്നിട്ടുണ്ട്. ഞങ്ങളിത് പാർസൽ ചെയ്യാണ്. നമുക്കത് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത സമയം റീഹീറ്റ് ചെയ്ത് നമുക്കത് കഴിക്കാം. സോ ഫ്രണ്ട്സ്, ഡിന്നറും കഴിഞ്ഞു. ഇനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.